ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് എത്തിയിരിക്കുന്ന മുക്കൂട്ടിക്കാവിലമ്മയെ പറ്റി ഞാൻ എഴുതിയ കുറച്ച് വരികളായിട്ടാണ്. കാരണം മുക്കൂട്ടിക്കാവ് കേട്ടിട്ടുണ്ടാവും, കണ്ണൂർ ജില്ലക്കാർക്കൊക്കെ അറിയാമായിരുന്നു. ഇരിട്ടിയിലാണ്. അപ്പോൾ യാദൃശ്ചികമായിട്ടാണ് ഞാൻ അവിടെ എത്തിപ്പെട്ടത്. അവിടെ പോകണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ആദ്യമായിട്ട് അങ്ങനെ ഒരു പേര് കേട്ടതും അന്നാണ്. അപ്പം ഞാൻ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് മൂത്തേച്ചി പോകാൻ ഒരുങ്ങുമായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ മുക്കൂട്ടിക്കാവിൽ പോകണമെന്ന് പറഞ്ഞു. അതെവിടെയാണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഇരിട്ടിയിലാണ്, വരുന്നുണ്ടെങ്കിൽ വാ ഞാൻ കൊണ്ടുപോകാം. അങ്ങനെ അവിടെ പോയത്. പക്ഷേ അവിടെ പോയി ഞാൻ തൊഴുതിരുന്നപ്പം കണ്ണടച്ച് തൊഴുതുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന വരികളാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് എനിക്ക് ഫോണിൽ എഴുതാനുള്ള സമയമില്ല. അപ്പോൾ ഞാൻ എവിടെ എഴുതാം, അവിടെ നിന്നൊരു നോട്ടീസ് അവിടെ കിടക്കുന്നുണ്ട്. ആ നോട്ടീസിൻ്റെ മറ്റൊരു ഭാഗത്ത് പ്ലെയിനായിട്ട് കിടക്കുന്നത് കൊണ്ട് ഞാൻ അപ്പം തന്നെ എൻ്റെ പേനയെടുത്ത് അതിൽ എഴുതി വെച്ചാണ്. അത് പിന്നെ ഞാൻ നോട്ടിലേക്ക് പകർത്തിയതാണ്. അപ്പം തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ, ഞാൻ പിന്നെ ഇന്നാണ് അത് എടുത്ത് നോക്കുന്നത്. അതിൽ വേറെ മാറ്റം വരുത്തണമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. അപ്പം നമുക്ക് വരികളിലേക്ക് പോകാം. എല്ലാവരും കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. കണ്ണു തുറന്നൊന്ന് നോക്കിടമ്മേ, ഈ കണ്ണുനീരൊന്നു തുടച്ചിടമ്മേ, കാണാമറയെത്തിരുന്നു നീ എന്നേരെ കാരുണ്യഹസ്തം നീട്ടിടമ്മേ, എൻ്റെ മുക്കൂട്ടിക്കാവിലമ്മേ, എൻ്റെ മുക്കൂട്ടിക്കാവിലമ്മേ. നീറും ഹൃദയത്താൽ നിന്റെ മുന്നിൽ ഇരുകൈ കൂപ്പി തൊഴുതിടുന്നു. എത്ര കണ്ണുനീർ തുടച്ചു അമ്മ, എത്ര അനുഗ്രഹം ചൊരിഞ്ഞു അമ്മ, വിങ്ങും മനസ്സിൻ്റെ നൊമ്പരം മാറ്റുവാൻ ദൂരത്തു നിന്നും നീ വന്നിടമ്മേ, എൻ്റെ മുക്കൂട്ടിക്കാവിലമ്മേ, എൻ്റെ മുക്കൂട്ടിക്കാവിലമ്മേ. കാട്ടിലലഞ്ഞു നടക്കും മനുഷ്യനു കാവലായി നിന്നവളെ, എൻ്റെ മുക്കൂട്ടിക്കാവിലമ്മേ. ശ്രീ പാർവതിയാണെന്നമ്മ, ശ്രീ ദുർഗയും ഭദ്രയും നീ തന്നെ തായേ, എൻ്റെ മുക്കൂട്ടിക്കാവിലമ്മേ, അനുഗ്രഹം ചൊരിഞ്ഞിടമ്മേ, കണ്ണു തുറന്നൊന്ന് നോക്കിടമ്മേ, ഈ കണ്ണുനീരൊന്നു തുടച്ചിടമ്മേ, കാണാമറയെത്തിരുന്നു നീ എന്നേരെ കാരുണ്യഹസ്തം ചൊരിഞ്ഞിടമ്മേ, എൻ്റെ മുക്കൂട്ടിക്കാവിലമ്മേ. എഴുതി പാടുവാനറിയില്ല എനിക്കെന്നാൽ എഴുത്താണിയാകുമമ്മ, എൻ്റെ മുക്കൂട്ടിക്കാവിലമ്മ. എഴുത്തറിയാതെ ഞാനിരുന്നാൽ എൻ കൈവിരൽ തുമ്പിലിരിക്കുമമ്മ, പാടാനറിയാതെ ഞാനുഴലുമ്പോൾ നാവിൻ തുമ്പിലിരിക്കുമമ്മ, എൻ്റെ മുക്കൂട്ടിക്കാവിലമ്മ. പേരറിയാതെ ഞാൻ ഓർത്തിടുമ്പോൾ വനദുർഗയെന്നു ഓതുമമ്മ, വഴിയറിയാതെ നടന്നിടുമ്പോൾ വഴി കാട്ടിയമ്മ മുമ്പിൽ വരും, ക്ഷീണത്താലൊന്നു മയങ്ങിടുമ്പോൾ കാൽവിളക്കായമ്മ കാവൽ നിൽക്കും, വിശക്കുകയാണെന്നു കണ്ടിടുമ്പോൾ അന്നപൂർണേശ്വരിയാകുമമ്മ, എൻ്റെ മുക്കൂട്ടിക്കാവിലമ്മ, എൻ്റെ മുക്കൂട്ടിക്കാവിലമ്മ.
കണ്ണു തുറന്നൊന്നു നോക്കിടമ്മേ, ഈ കണ്ണുനീരൊന്നു തുടച്ചിടമ്മേ. കാണാമറയത്തിരുന്നു നീ എന്നേരെ കാരുണ്യഹസ്തം നീട്ടിടമ്മേ, എൻ്റെ മുക്കൂട്ടിക്കാവിലമ്മേ, എൻ്റെ മുക്കൂട്ടിക്കാവിലമ്മേ. ഓക്കെ, താങ്ക് യു. എല്ലാവരും കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ആരെങ്കിലും ആ ക്ഷേത്രത്തെ പറ്റി ഇതുവരെ എഴുതിയിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വല്ല തെറ്റും കുറ്റം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, താങ്ക് യു.